ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഡേ സജു. അപ്പം ഇന്ന് നമ്മളുടെ അമ്പലത്തിലൊരു ഉത്സവമാണ്. അപ്പം നമ്മുടെ സജു മാമൻ ഇന്ന് അമ്പലത്തിൻ്റെ ഉത്സവം ഫുള്ള് നമുക്ക് വ്ളോഗ് എടുത്ത് തരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയുണ്ട്? അവനൊരു കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് ഭാവി അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരല്ല, നല്ല വൈബാണ്. നമ്മളിപ്പോൾ കഴക്കൂട്ടത്തു നിന്ന് ചാത്തന്നൂർ എന്ന് പറയുന്ന, അതായത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോൾ ഹൈവേയിൽ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ചാത്തന്നൂർ ഒരു അമ്പലത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അമ്പലത്തിലെ പാരായണമാണ് കേൾക്കുന്നത്. ഈ അമ്പലം എന്ന് പറയുന്നത് ശ്രീഭൂതനാഥ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ കുതിരയെടുപ്പ് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് കുതിരയെടുപ്പ് ഉത്സവം കാണാനായിട്ട് വന്നതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വന്നത്. അപ്പോൾ ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് നമ്മൾ ഈ ഇൻട്രോ എടുത്തത്. ഇതാണ് നമ്മുടെ ക്ഷേത്രക്കുളം. കുതിരയെടുപ്പ് എന്ന് പറയുന്നത് കാണുന്ന സംഗതിയാണ് കുതിരയെടുപ്പ്. ആ കുതിരയെടുപ്പ് കാണാനായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ വന്നത്. അപ്പോൾ ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങളും അവരെയൊക്കെ കാണാനും കൂടിയൊക്കെ ആയിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അവരൊക്കെ ഇനി അങ്ങോട്ട് ഈ വീഡിയോക്കകത്ത് വരുന്നുണ്ടായിരിക്കും. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊപ്പം ഉത്സാഹം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇതേ ഇവിടെ ആളുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് രാവിലെ തൊഴുകുന്നുണ്ട്. അപ്പോൾ പാരായണമാണ് ഈ പിറകിൽ കേൾക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്ന ഈ നെടും കുതിരയെടുപ്പ്, അന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു നെടും കുതിരയെടുപ്പാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വലിയൊരു നെടും കുതിരയെടുപ്പ്. ഈ കുതിരയെ ഇവിടെ നിന്ന് ഈ കാണുന്ന ഈ ചട്ടത്തിലൊക്കെ ആളുകൾ വന്ന് പൊക്കി, 4 സൈഡ് ഇതിന് വടമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ പൊക്കിയെടുത്ത് ക്ഷേത്രത്തിൻ്റെ മെയിൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ 4 ചുറ്റും 3 വലത് വെക്കുമ്പോഴത്തേക്കും ഈ കുതിരയെടുപ്പ് അവസാനിക്കും. ഇത് മാത്രമല്ല, ഇതിന് മുന്നോടിയായിട്ട് ആറാട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആളുകളെല്ലാം ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഇത് ഇപ്പുറത്ത് മാറി ശിവൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഈ കാണുന്ന അമ്പലം. അപ്പോൾ ഇവിടെ രാവിലെ അന്നദാനമൊക്കെ നടക്കുന്നുണ്ട്. കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന കവാടമാണ് ഈ കാണുന്നത്. പ്രമാണിച്ച് രാവിലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ വാഹനങ്ങളുടെ മറ്റു തിരക്കായി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോയില്ല. അവിടെ എൻ്റെ കുഞ്ഞുമീൻ സഹോദരി ഇവിടെ വന്ന് തൊഴാനായിട്ട് അമ്പലത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ ഒരു വശത്ത് പാരായണം നടക്കുവാണ്. ഇവിടെ നിന്ന് ആനനെ അമ്പലത്തിലോട്ട് വരുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് എൻ്റെ കുഞ്ഞമ്മ സഹോദരിയും അവിടെ ഞാനേ ഇവിടെ ആദ്യം ആറാട്ടൊക്കെ കുതിരയെടുപ്പൊക്കെ വൈകിട്ടാണ്. ബാവാച്ചി ഇതാണ് കുഞ്ഞമ്മ, അമ്മയുടെ സഹോദരിയാണ്. ആ ഇവരെ കാണാൻ വേണ്ടിയാണ് നട എഴുതാ എഴുതാ. കാപ്പി കുടിച്ചാ? കാപ്പി കുടിച്ചില്ല. അന്നദാനം ഉണ്ടോ? കുഞ്ഞമ്മയ്ക്ക് അന്നദാനം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. അന്നദാനം വേടിയതാ, അവിടെ നിന്ന് വാങ്ങിക്കാം. ഇവിടെ അന്നദാനം കഴിക്കും. നമ്മൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. നമ്മൾ നേരത്തെ കഴിച്ചായിരുന്നു. ഇവിടെ നിന്ന് നേരെ നമ്മളൊരു ഹോട്ടലിൽ വീട്ടിലോട്ട് പരിപാടിയിലാണ്. ഹോട്ടൽ എന്ന് പറയുന്നത് മാമനാണ്. മാമൻ വണ്ടി കൊണ്ട് വന്നു അവിടെ. അപ്പം വീട്ടിലോട്ട് മാറ്റിയിട്ട് കുഞ്ഞമ്മയും സഹോദരിയും ഹോട്ടലിൽ കയറ്റി നമ്മൾ ഇനി ബൈക്കിൽ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട്. നമ്മുടെ ബൈക്കിൽ ഇവിടെ ഇരിക്കണം. ബൈക്ക് എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഘോഷയാത്ര പോലെ എന്തോ ഒരു സംഭവം നടക്കുന്നു. വണ്ടികളെ ബഹളവും അതിൻ്റെ പിന്നിലായിട്ട് ഘോഷയാത്ര നടക്കുന്നു. അതും ഘോഷയാത്ര ഇങ്ങോട്ട് വരികയാണ്. ഘോഷയാത്രയാണോ എന്താണെന്ന് അറിയില്ല. വാഹനത്തിന് മുകളിലൊക്കെ കുട്ടികളൊക്കെ ഇരുന്ന് പാട്ടും ബഹളമായിട്ടൊക്കെ വരുവാണ്. ഇതൊക്കെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്.
അമ്മയുടെ വീടാണ് ഈ കാണുന്നത്. അവർ രണ്ടുപേരും എന്തെങ്കിലും മാമനുമായിട്ട് ആട്ടയിലവിടെ വന്നു. അപ്പോൾ ഞാനും ഇവിടെ എത്തി. അപ്പോൾ ഇനി കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അമ്പലത്തിലോട്ട് പോകുന്നതായിരിക്കും. ഇവനെ കൊണ്ട് നമുക്ക് ഇൻട്രോ അടിപ്പിക്കാം, എടുത്ത് പറ്റിക്കാം. ഒരു ഹായ് പറയടാ. അപ്പം നീ ഇപ്പോൾ ഇൻട്രോ പറയൂ, ഒരു വീഡിയോ എടുക്കട്ടാ. നമ്മുടെ സൗകര്യയുടെ മോനെ നന്ദുവിനെ കൊണ്ട് നമ്മൾ ഇൻട്രോ എടുപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവൻ ഇൻട്രോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ആ മക്കളെ പറയടാ, എവിടെ നിന്നുണ്ട് നീ ഇൻട്രോ എടുക്കാൻ പോണത്? ഇവിടെ നിന്ന് എടുക്കാൻ പോകും. അവൻ ഇൻട്രോ എടുക്കാൻ പോകുന്നു. നന്ദു അങ്ങനെ ഇൻട്രോ എടുക്കുമെന്ന് പറയുന്നു. ഇവിടെ നിന്ന് തുടങ്ങിക്കോ. ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഡേ സജു. അപ്പം ഇന്ന് നമ്മളുടെ അമ്പലത്തിലൊരു ഉത്സവമാണ്. അപ്പം നമ്മുടെ സജു മാമൻ ഇന്ന് അമ്പലത്തിൻ്റെ ഉത്സവം ഫുള്ള് നമുക്ക് വ്ളോഗ് എടുത്ത് തരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയുണ്ട്? അവനൊരു കൊച്ചു യൂട്യൂബ് ചാനലിൽ ഭാവി അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരല്ല, നല്ല വൈബ്. അങ്ങനെ നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ അമ്പലത്തിൽ വന്നു. അമ്പലത്തിലെ അച്ഛനാണ് ഇതായി വരുന്നത്. അച്ഛൻ്റെ കൂടെയാണ് വന്നത്. അച്ഛനെയും കൂട്ടി ഇവിടെ അമ്പലത്തിൽ വന്നു. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തി. 5 മണിക്കാണ് ഈ കുതിരയെടുപ്പ് നടക്കുന്നത്. ഇവിടെ പാരായണമൊക്കെ നടക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റോഡ് സൈഡിലോട്ട് രാവിലെ വന്നപ്പോൾ കുറച്ച് ഭാഗം കൂടെ അവർക്ക് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ നോക്കി, ഇത് നമ്മുടെ ഈ നെടും കുതിരയെടുപ്പിൻ്റെ പിറകുവശമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു ഇതൊന്ന് കാണിച്ചു തരാനായിട്ട്. പിന്നീടാകുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഈ ചട്ടങ്ങളൊക്കെ ആയിരിക്കും ആളുകൾ എടുത്ത് പോക്കുന്നത്. 4 സൈഡും അതിൻ്റെ വടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് പറഞ്ഞതാണ്. നെടും കുതിരയെടുപ്പിൻ്റെ പിറകുവശമാണ് നമ്മൾ കണ്ടത്. കുതിരയുടെ ഒരു ഭാഗമാണ്, പിറകുവശത്തെ കുതിരയുടെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. കുതിരയുടെ മുമ്പിലെന്ന് പറഞ്ഞാൽ ഈ ഭാഗമൊക്കെയാണ് നമ്മൾ രാവിലെ ഫിനിഷ് ചെയ്യാതെ കണ്ടത്. അപ്പോൾ ഇത് ഈ കുതിരയുടെ മുൻവശം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുതിരയുടെ തലഭാഗമൊക്കെ ഈ ഭാഗത്ത് കാണാം. ശ്രീഭൂതാവിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിന് നല്ല മോടി പിടിപ്പിച്ചിട്ടുണ്ട്. പണ്ടേ ഇത്തരത്തിൽ തന്നെയാണ്. അതിനൊരു യാതൊരു മാറ്റങ്ങളും കുതിരയെടുപ്പിന് സംഭവിച്ചിട്ടില്ല. നല്ല വലിയ ചട്ടങ്ങളാണ് ഈ കാണുന്നത്. ഈ കുതിര എടുക്കുന്നത് ഏകദേശം ഒരു 5 മണിയോടുകൂടി ആയിരിക്കും വൈകുന്നേരം. അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്നത് നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യങ്ങളാണ്. ഇവിടെ ഉത്സവം നടക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2-ാം തീയതിയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി. അപ്പോൾ 1 മണിക്കൂറോടെ കഴിയുമ്പോൾ ഇവിടെ നല്ല ജനപ്രഭാവമായിരിക്കും. അപ്പോൾ അത്രയും ഈ നാടിൻ്റെ നാനാഭാഗത്തുള്ള ആൾക്കാർ വന്നാണ് ഈ കുതിരയെ ഈ ചട്ടത്തോടു കൂടി ഇത് എടുത്ത് മേലമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അതിനെ 3 വലത് ചുറ്റി വയ്ക്കുമ്പോൾ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രധാന ഭാഗം ഏകദേശം കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇതാണ് ചാത്തന്നൂർ ശ്രീഭൂതനാഥൻ്റെ നെടും കുതിരയെടുപ്പ്. ക്ഷേത്രക്കുളമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കുറച്ചുകൂടെ അടുത്ത് പോയി ഞാൻ കാണിച്ചു തരാം. പടി ഇറങ്ങി വേണം ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങാൻ. ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം. ക്ഷേത്രക്കുളത്തിന് സമീപമായിട്ട് ഒരു ചാല് ഒഴുകുന്ന കാണാം. പക്ഷേ അത്ര വൃത്തിയുള്ള ചാലൊന്നുമല്ല. വെള്ളമൊക്കെ ഉണ്ട്. പായലും മറ്റ് ചെടികളൊക്കെ ആയിട്ട് മലിനമായി കിടക്കുവാണ്. അങ്ങനെ ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ സമീപമായിട്ട് ചാലിങ്ങനെ ക്ഷേത്രക്കുളം. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഓം ശ്രീ നിത്യ കല്യാണ ഭഗവതേ നമഃ ഭാര്യ വീട് സർവ്വമതസാരം ഏകം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ക്ഷേത്ര നമ്പൂരിയുടെ വീടോ മറ്റോ ആയിരിക്കും ആ ഭാഗത്ത് എന്നെനിക്ക് തോന്നുന്നു. ക്ഷേത്രക്കുളത്തിൽ നമ്മൾ ഈ പടിക്കെട്ട് കയറി വേണം ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട്. പ്രതിഷ്ഠയുടെ പിറകിലാണ് നമ്മളിപ്പോൾ. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ കാട്ടിനകത്ത് വന്ന് നിൽക്കുന്നത് പോലെയാണ്. ശരിക്കും കാട് തന്നെയാണെന്നുള്ളൊരു പ്രതീതി നമുക്ക് തോന്നും. അത്രയ്ക്ക് നല്ല പുറത്ത് നല്ല ചൂടായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെയൊക്കെ മുൻവശത്ത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ വന്നപ്പോൾ നല്ല സുഖമുണ്ട്. പിറകിൽ വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും ചുവർച്ചിത്രങ്ങളും മറ്റും കാര്യങ്ങളായിട്ടൊക്കെ കാണാം നമുക്ക്. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-20 വർഷമായി ഞാൻ ഇവിടുത്തെ ഉത്സവം കണ്ടിട്ട്. അന്നൊക്കെ നമ്മൾ ഉത്സവം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ തന്നെ ഒരു ദേശീയ മഹോത്സവമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ 20 വർഷത്തിന് ശേഷം വീണ്ടും ഈ ക്ഷേത്രത്തിലെ ഉത്സവം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ക്ഷേത്രത്തിൻ്റെ നമ്മൾ മുമ്പ് വന്നപ്പോൾ ഇവിടെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുക വേണം, അല്ല അത് കീർത്തനം മറ്റോ എന്തോ പാടുകയാണ്. അപ്പോൾ അതായിരുന്നു അവിടെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങളിങ്ങനെ താഴെ ഷൂട്ട് ചെയ്തിട്ട് വന്നപ്പോഴാണ് ഇവിടെ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതാണ്. പക്ഷെ ആരും കാണാനൊന്നുമില്ല, നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ ആ പ്രോഗ്രാം ഞാനൊന്ന് കാണിച്ചു തരാം. ആ പാട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ഇവിടെയാണ് സംഗതി. ജീവിതം കൊയ്തു കൊയ്തേറ്റിയ ദുഃഖത്തിൻ പാഴവൽ കാണിക്ക വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിറകിൽ കേട്ടോണ്ടിരിക്കുന്നത്. സ്റ്റേജിൽ പാട്ടുകൾ അവർക്ക് രണ്ടുപേരും കൂടെ പാടുകയായിരുന്നു. കീർത്തനങ്ങളൊക്കെയാണ്. ഇത്രയ്ക്കൊന്ന് അച്ഛൻ പോയി പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. ചായ കുടിച്ചാ അച്ഛൻ? കുടിച്ചാ? ആ, കൊച്ചച്ഛനായിട്ടാ പോയത്? ആ, ശരി ശരി. ആ, ഇവിടെ വന്നപ്പോൾ ആനയെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പിറകിലൊക്കെ ഭക്തജനങ്ങളുടെ പ്രവാഹമായി. ഇവിടെ അവിടെ ആനയെ എഴുന്നള്ളത്തിനായിട്ട് ഒരുക്കി റെഡിയാക്കി അമ്പലത്തിന് മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ശ്രീ ഭൂതനാഥന്റെ തിടപ്പേറ്റുന്നതിനായി ഗജരാജ പ്രജാപതി ഭൂതനാഥന്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗജരാജ പ്രജാപതി തടക്കാവിള മണികണ്ഠന്റെ പുറം എഴുന്നള്ളി ഭഗവാൻ ചെന്നമത്ത് മഹാദേവന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പ് ഭൂതനാഥന്റെ സന്നിധിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അണിയിച്ചൊരുക്കുന്ന തയ്യാറെടുപ്പിലാണ് ക്ഷേത്രം മേൽശാന്തി ശ്രീ ജയപ്രകാശ് പോറ്റി അവർ മനോഹരമായി ഭഗവാന്റെ തിടമ്പ് അണിയിച്ച് ആനയിച്ച് തിടമ്പിൽ ചാർത്തി ഏതാനും നിമിഷങ്ങളുടെ തയ്യാറെടുപ്പാണ് ഭഗവാനെ. മഹാദേവന്റെ സന്നിധിയിലേക്ക് പുത്രന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പുത്രന്റെ എഴുന്നള്ളത്ത് കടന്നു വരികയാണ്. ശ്രീ ഭൂതനാഥന്റെ പ്രജാപതി
അവിടെ ഉപചാരം സ്വീകരിച്ച് പതിനാവടി മുഴങ്ങി കഴിയാറുടൻ തന്നെ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ നെടുകുതിരയെടുപ്പ് ശ്രീഭൂതനാഥന്റെ നെടുകുതിരയെടുപ്പ് ആരംഭിക്കും. കുറേ നേരം അനൗൺസ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നമ്മുടെ സഹോദരിയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ സഹോദരി, എൻ്റെ കുഞ്ഞമ്മൻ്റെ മക്കളൊക്കെ വന്നിരിക്കണമെന്ന് പറഞ്ഞു. അവർ പരിസരത്ത് എവിടെ ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതിലേക്കായി കച്ചവടത്തിനായി എത്തിച്ചേർന്ന മുഴുവൻ അംഗങ്ങളും പ്രിയ സുഹൃത്തുക്കളും നിയമപാലകരുടെയും ക്ഷേത്ര ഉത്സവ കമ്മിറ്റി വാളണ്ടിയേഴ്സിന്റെയും നിർദ്ദേശം അക്ഷരം പ്രതി പാലിക്കണമെന്ന് അറിയിച്ചുകൊള്ളുകയാണ്. സഹോദരിയാരും മോനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവന് നാണം വരെയില്ല. അവന് നാണം വരെ ഇവരിവിടെ നിന്നാണ് ഈ ഇങ്ങനെ ഒരു ഹായ് ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ നെടുങ്കുതിരയെടുപ്പിന് തയ്യാറെടുത്ത് ഇവിടുത്തെ ഭക്തർ ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം കൂടിയിട്ടുണ്ട്.
ചടങ്ങുകളിലൂടെ തുടങ്ങിയിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ഭക്തിപൂർവ്വം ഈ നാട്ടിലെ ദേശത്തിൻ്റെ ജനങ്ങളെ അതിൻ്റെ തോളിലേറ്റി ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. പോലെ ആരോഗ്യത്തോടുകൂടി നെടുങ്കുതിരയെടുത്തുകൊണ്ട് ഒന്നാം റൗണ്ട് പൂർത്തിയാക്കി രണ്ടാം റൗണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് അതുപോലെ അങ്ങ് മുന്നോട്ട് പോട്ടെ, അതുപോലെ അങ്ങ് പോട്ടെ. മതമാത്സര്യ ബുദ്ധികളില്ലാതെ ചാത്തന്നൂർ ശ്രീഭൂതനാഥന്റെ നെടുങ്കുതിരയെ ചാത്തന്നൂരിന്റെ മക്കളുടെ കയ്യിൽ സുഭദ്രമായും സുരക്ഷിതമായും ഇതാ ഒന്നാം റൗണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് രണ്ടാം റൗണ്ടിലേക്ക് സ്കെയിൽ വെച്ച് അളന്നു കുറിച്ചതുപോലെ ഒരേ കണക്കിന് ശ്രീഭൂതനാഥന്റെ പൊന്നുകുതിരയെ ഇതാ ക്ഷേത്രസന്നിധിക്ക് വലം വയ്ക്കുന്ന അസുലഭമായ മുഹൂർത്തം. വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായ ശ്രീഭൂതനാഥന്റെ സന്നിധിയിൽ പുരുഷാരവത്തിന്റെ നടുവിലൂടെ ഇതാ ക്ഷേത്രസന്നിധി കീഴൂട്ട് ക്ഷേത്രസന്നിധിയിൽ നിന്നും എടുത്തുയർത്തിയ ഭഗവാന്റെ പൊന്നുകുതിര ഇതാ തിരികെ ഇടതുഭാഗത്തെ വടം ശ്രദ്ധിക്കുക, ഇടതുഭാഗത്തെ വടക്കാർ ശ്രദ്ധിക്കണം. ആരും തന്നെ കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ ആ തോൾ കൊടുത്ത് അങ്ങോട്ട് കയറണം. അതാണ് വലതുഭാഗത്തെ ചട്ടത്തിലേക്ക് ആള് കയറണം. വളരെ മനോഹരമായ കുതിരയെടുപ്പ്. ഈ കുതിരയെടുപ്പ് കണ്ടാൽ എടുക്കുന്നതായല്ല, 4 ചക്രങ്ങളിൽ ഉരുട്ടിക്കൊണ്ടുപോകുന്നത് പോലെ സൗന്ദര്യമുള്ള കുതിരയെടുപ്പ്. 4 ചക്രങ്ങളിൽ ഉരുണ്ടു വരുന്നതായി തോന്നും. അതാണ് ഈ നാടിന്റെ ഒത്തൊരുമ. 4 ചട്ടങ്ങളും 4 മുറിച്ചട്ടങ്ങളും ഒരു മനസ്സായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4 മുറിച്ചട്ടങ്ങളും ഭൂതനാഥന്റെ സന്നിധിയെ ലക്ഷ്യമാക്കി രണ്ടാം റൗണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മതമാത്സര്യ ബുദ്ധികളില്ലാതെ ക്ഷേത്രസന്നിധിയിൽ ശ്രീഭൂതനാഥന്റെ നെടുങ്കുതിരയെ എടുത്തുയർത്തി അമ്മാനമാടുകയാണ് ചാത്തന്നൂരിന്റെ പ്രിയ മക്കൾ. ചാത്തന്നൂരിന്റെ ചരിത്രത്തെ മണ്ണും വിണ്ണും കാതോർത്തിരിക്കുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന സൂര്യൻ മേഘപാളികൾക്കിടയിലൂടെ ഉളഞ്ഞും തെളിഞ്ഞുമായി ഭഗവാന്റെ തിരുകുതിരയ്ക്ക് മുകളിലായി പതിച്ചുകൊണ്ട് ആ പ്രകാശപൂരിതമായ പ്രകാശം ഈ പ്രദേശമാകെ ഒന്നാകെ അലയടിച്ചുകൊണ്ട് ശ്രീഭൂതനാഥന്റെ പൊന്നുകുതിരയെ ചാത്തന്നൂരിന്റെ മക്കളുടെ കയ്യിൽ സുരക്ഷിതമായി രണ്ടാം റൗണ്ട് പൂർത്തിയാക്കി പടിഞ്ഞാറേ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ ശാന്തമായി സൗന്ദര്യത്തോടുകൂടി കടന്നു വരികയാണ് മുന്നിലേക്ക്. കുലുക്കും മുമ്പിൽ വരുമ്പോൾ കുലുക്കാൻ പറയാം, അല്ലെങ്കിൽ അവരെ ക്ഷീണിക്കും. അവിടെ കുലിക്കാലും ക്ഷീണിക്കും. ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുലയ്ക്കാൻ പറയാം. അടിവരതരാത്ര കാൽപാദങ്ങളും അടിയുറച്ച ആത്മവിശ്വാസവും കൈമുതലാക്കി ചാത്തന്നൂരിന്റെ മക്കളുടെ കൈകളിൽ സുരക്ഷിതമായി അങ്ങനെ ഒഴുകി നീങ്ങുകയാണ് ചാത്തന്നൂർ ശ്രീഭൂതനാഥന്റെ പൊന്നുകുതിര. പൊന്നുപൂവത്താന്റെ പൊന്നുകുതിരയെ എടുത്തുയർത്തുവാനായി കഴിഞ്ഞ 1 വർഷക്കാലമായി കാത്തിരുന്നുകൊണ്ട് തിരുവുത്സവത്തിന് കാതോർത്തുകൊണ്ട് ഈ നിമിഷമായപ്പോഴേക്കും കരുത്തുറ്റ കരതലകളിൽ ശ്രീഭൂതനാഥന്റെ പൊന്നുകുതിര അങ്ങനെ ഒഴുകി വരികയാണ്. കുതിര കെട്ടിയും കെട്ടിച്ചും എടുപ്പിച്ചും തഴക്കവും പഴക്കവും ഉള്ളവർ നമ്മുടെ KKR പറയുന്ന സംഭാഷണമാണ്. എന്തുവാ? കെട്ടിയും കെട്ടിച്ചും എടുപ്പിച്ചും തഴക്കവും പഴക്കവുമുള്ള ചാത്തന്നൂരിന്റെ ചെറുപ്പക്കാർ മനോഹരമായി കുതിരയെടുത്ത് രണ്ടാം റൗണ്ട് പൂർത്തിയാക്കുവാൻ പോവുകയാണ്. മുന്നോട്ട് കടന്നു വരിക, മുന്നോട്ട് വരിക. കൃത്യമായി 4 ചട്ടങ്ങളും ഒരുപോലെ മുന്നോട്ട് വന്നൊലയ്ക്കണം. ഭഗവാൻ അത് കണ്ട് ആനന്ദത്തിൽ വലതു ഭാഗത്തെ ചട്ടം തട്ടിത്തിരിച്ചുകൊണ്ട് തിരിക്കുക. ആയിക്കോട്ട് വടക്ക് ഭാഗത്തേക്ക് തിരിക്കുക. വടക്ക് ഭാഗത്തേക്ക് തിരിച്ച് മുന്നോട്ട് കടന്നു വരിക. ഇടതുഭാഗത്തെ വടക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. ശങ്കരനാരായണ ക്ഷേത്രത്തിനോട് ചേർന്നവർക്ക് വടം പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വലതുഭാഗത്തെ വടക്കാർക്ക് അവിടെ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് ചെറിയ തടസ്സമുള്ളതുകൊണ്ട് ഇടതുഭാഗത്തെ വടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തരത്തിലുള്ള മത്സരബുദ്ധിയുമില്ലാതെ ശ്രീഭൂതനാഥന്റെ കുതിരപ്പതിയിൽ ഇറക്കുന്നതുവരെ ആത്മാർത്ഥതയോടുകൂടി കുതിരയുടെ മൂട്ടിൽ ഏവരും അണിനിരക്കണമെന്ന് അറിയിക്കുകയാണ്. മുന്നോട്ട് തട്ടിത്തിരിക്കുക. ഭഗവാൻ അഭിമുഖമായി ഭൂതനാഥൻ കൺകുളിർക്കെ ഭൂതനാഥന്റെ ആ പ്രഭടയൊന്ന് കാണട്ടെ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ തന്നെ മഹാവിഷ്ണുവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാവിലാസങ്ങളും ഒക്കെ അടങ്ങിയ ആ പ്രഭട, സാക്ഷാൽ അയ്യപ്പ സ്വാമി അടക്കം എല്ലാവരുടെയും ആ പ്രഭട തട്ടിത്തിരിച്ച് നൊലച്ച് ആ ഫ്രണ്ടിലേക്ക് തിരിച്ചു ഒന്നൊലയട്ടെ. മനോഹരമായിട്ടൊന്ന് ഒലച്ച് എല്ലാവരും 4 ചട്ടവും എല്ലാവരും
മനോഹരമായ അതെ, ഇതാണ് കുതിരയെടുപ്പ്, ഇതാണ് കുതിരയെടുപ്പ്. ഒലയ്ക്കുക, ഒലയ്ക്കുക, ഒലയ്ക്കുക. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. അപ്പോ ഇറു, അപ്പോ ഇറു, അപ്പോ ഇറു, അപ്പോ ഇറു. അവിടെ ആത്മാർത്ഥമായി പിടിക്കുക. ചാഞ്ഞു കിടക്കുന്ന ചട്ടം ഇടതുഭാഗത്ത് വടം വലിക്കുക, ഇടതുഭാഗത്ത് വടം. വലതു ഭാഗത്തെ ചട്ടം ഉയർത്തുക. ഇടതുഭാഗത്ത് വടം വലിച്ചാലേ വലതുഭാഗത്തെ ചട്ടം ഉയരൂ. ഇടതുഭാഗത്ത് വടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചാഞ്ഞു കിടക്കുന്ന ചട്ടം ഒരേപോലെ നിവർത്തി നിർത്തിക്കൊണ്ട് ഭഗവാൻ വടക്കാർ ശ്രദ്ധിക്കണം, അവിടെ സംസാരിച്ച് നിൽക്കാതെ ആ വടക്കാർ വടം വലിച്ചു മാറ്റ്. ഇടത്തെ വടം, ഇടതുവശം പിന്നിലെ വടം, അത് തന്നെ. വടത്ത് ശ്രദ്ധിക്കും, നിങ്ങൾ സംസാരിക്കാതെ വടത്ത് ശ്രദ്ധിക്കും. മുമ്പോട്ട് പോട്ടെ, മുമ്പോട്ട് പോട്ടെ, മുൻപോട്ട് നയിക്കാവുന്നതാണ്. കുതിരയെ മുൻപോട്ട് നയിക്കുക. മുമ്പോട്ട് പോട്ടെ. ആ വടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, സംസാരത്തിൽ ശ്രദ്ധിക്കരുത്. ആ വടക്ക് ഭാഗത്ത് വടം പിടിക്കുന്ന പ്രിയ സംഘാടകർ ആ വടം വലിച്ചു പിടിക്കുക. ആ ഇടതുഭാഗത്ത് വടം വലിക്കുക, ഇടതുഭാഗത്ത് വടം വലിക്കുക, ഇടതുഭാഗത്ത് വടം വലിക്കുക. അതെ, ഇടതുഭാഗത്ത് വടം വലിക്കുക. ആ ചാഞ്ഞു നിൽക്കുന്ന ഭാഗം ഉയർത്തുക. ആരും തന്നെ മനോഹരമായിട്ടൊന്ന് വിളിച്ചേ. ഇടതുഭാഗത്ത് വടം വലിക്ക്. വിനോദിന്റെ ഭാഗത്ത് വടം വലിക്കും, വടം വലിക്കും. ഇടതുഭാഗത്ത് വടം വലിച്ചു കൊടുക്കുക. ആ വലതുഭാഗത്ത് ചട്ടത്തിലേക്ക് ആള് കയറണം. ആയിരക്കണക്കിന് പേര് കാഴ്ചക്കാരായി നോക്കുക. തോളങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കരുത്തുണ്ടല്ലോ, അങ്ങോട്ട് തോള് കൊടുക്കുക. നമ്മൾ ചെറുപ്പക്കാർ അങ്ങനെ 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 ചത്രിക പൂട്ടിട്ട് അങ്ങോട്ട് ഉയർത്തിയ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ. മനോഹരമായ കുതിരയെടുപ്പ് മുന്നോട്ട്. അത് കണ്ടോ, അതാണ് ആവേശം, അതാണ് ഒത്തൊരുമ, അതാണ് ഐക്യം. 4 കത്രിക പൂട്ടിട്ട് അങ്ങോട്ട് പൊക്കിയ ചെറുപ്പക്കാര്. കത്രിക പൂട്ട് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പുറത്ത് നിൽക്കുന്ന മുതിർന്നവരോട് ചോദിച്ചാൽ മതി. ചെറുപ്പക്കാര് അങ്ങനെ പോട്ട് മുന്നോട്ട്. എപ്പോഴും നമ്മളെ കുതിരയെടുപ്പിന്റെ ഒരു ഭൗതിക സാഹചര്യം നോക്കിയിട്ട് ഇടതുഭാഗത്ത് വടക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. കുതിരയുടെ ഒരു പോക്ക് അങ്ങനെയാണ്. പ്രധാനപരമായ ഉത്സവം, നാടിന്റെ ഐക്യം വിളിച്ചറിയിക്കുന്ന സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ്, സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് ശ്രീധർമ്മശാസ്താവ്. ആരെയും ദ്രോഹിക്കാത്ത, ആരെയും നിർഗ്രഹിച്ച ചരിത്രമില്ലാത്ത സാക്ഷാൽ ധർമ്മശാസ്താവ്. അങ്ങോട്ട് ചെല്ലുക, വടം വലിച്ചു പിടിച്ചുകൊണ്ട് ആരും കരുത്ത് ഭഗവാൻ തരും. ആരോഗ്യം നമുക്കുണ്ട്, കരുത്ത് ഭഗവാൻ തരും. നിങ്ങൾ ഉയർത്തുക. അതുപോലെ വാത്സല്യബുദ്ധിയെ മതവാത്സല്യ ബുദ്ധികളില്ലാതെ ഒരല്പം പോലും വാത്സല്യമില്ലാതെ തന്നെ ഉയർത്തണമെന്ന് അറിയിക്കുകയാണ്. ആ താഴ്ന്നു കിടക്കുന്ന ചട്ടം കൃത്യമായും തട്ടി നിവർത്തി, കൃത്യമായും നിവർത്തി നിർത്തിക്കൊണ്ട് മുന്നോട്ട് നയിക്കാവുന്നതാണ്. ക്ഷേത്ര ഭാരവാഹികൾ കുതിരപ്പന്തിയിലേക്ക് എത്തി കൃത്യസ്ഥലത്ത് കുതിര ഇറക്കുവാനുള്ള ക്രമീകരണം നടത്തണമെന്ന് അറിയിക്കുകയാണ്. സത്യത്തിൽ ഈ 3 റൗണ്ട് പൂർത്തിയായത് മുൻകാലങ്ങളെ വേണ്ടി അറിഞ്ഞതേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന നെടുങ്കുതിരയെടുപ്പ് ചടങ്ങ് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൗഡ് ഞങ്ങൾ പറയണത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കണമെന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല സൗണ്ടൊക്കെയാണ് ഇവിടെ. നെടുങ്കുതിരയെടുപ്പ് ക്ഷേത്രത്തിൻ്റെ ഒരു മഹോത്സവമായ അത്തം മഹോത്സവം എന്ന് പറയപ്പെടുന്ന അത്തം മഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നെടുങ്കുതിരയെടുപ്പ് അവസാനിച്ചിട്ടുണ്ട്. അവിടെ ഘോഷയാത്രകളും മറ്റ് ടൂർണമെൻറ്റിൻ്റെ പരിപാടിയൊക്കെ നടക്കുകയാണ്. അതൊക്കെ കാണാനായിട്ടാണ് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നത്. പിന്നെ പാവച്ചയെ കണ്ടു, കുഞ്ഞമ്മര മോളും മാമിയൊക്കെ കണ്ടപ്പോൾ
ചിത്രീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങും കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ നല്ല ക്ലൗഡുണ്ട്. അതിനോടൊപ്പം എന്നെ സഹായിച്ച എൻ്റെ കൂട്ടുകാരനും പിന്നെ അതോടൊപ്പം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും നല്ല ക്ലൗഡിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്. ബാക്കിൽ നാദസ്വരത്തിൻ്റെ കേൾക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉത്സവം ഷൂട്ട് ചെയ്യുമ്പോൾ. അതിൻ്റെ കോപ്പിറൈറ്റ് സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ കോപ്പിറൈറ്റ് കാര്യങ്ങളും മറ്റും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താവുമെന്ന് അറിയത്തില്ല. എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഒരു ബൈ പറയൂ ശിവ. ബൈ ബൈ.